ഹലോ ഓൾ, നമ്മളിന്ന് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വളരെ ക്വിക്കായിട്ട് തന്നെ പോർഷൻസ് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഏറ്റവും ഫണ്ടമെൻ്റൽ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റ് അല്ലേ. എന്താണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് നിങ്ങൾക്ക് ആദ്യം അറിയണം, ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് അതാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ, ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഏറ്റവും ഫണ്ടമെൻ്റൽ ബേസിക്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ ബേസിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് ഫണ്ടമെൻ്റൽ ബേസിക്സ് നിങ്ങൾക്ക് അറിയണം. നമ്മൾ ഇതിൻ്റെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ലോജിക് സിസ്റ്റം ഡിസൈനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയണം ഇത് ശരിക്കും പഠിക്കണമെങ്കിൽ. കാരണം അതിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ വേഴ്സസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. എന്താണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, എന്താണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 5 ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ ഈ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് പോയിൻ്റ്, ദ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ മീൻസ് what the computer does. Computer organization means how the computer does it. So എന്താണ്, അതാണ് what the computer does, അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. how the computer does it, ഇതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വാട്ട്, എന്താണ് ഹൗ, എന്താണ് ചെയ്യുന്നത്, എന്താണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത് എന്നാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പറയുന്നത്. എങ്ങനെയാണ് കമ്പ്യൂട്ടർ അത് ചെയ്യുന്നത് എന്നാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ ഫസ്റ്റ് പോയിൻ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡീൽസ് വിത്ത് വാട്ട് ദി കമ്പ്യൂട്ടർ ഡസ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ മീൻ ഹൗ ദി കമ്പ്യൂട്ടർ ഡസ് ഇറ്റ്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ പോയിൻ്റ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെ കേസിൽ ഇറ്റ് ഡീൽസ് വിത്ത് ഹൈ ലെവൽ ഡിസൈൻ ഇഷ്യൂസ്, ബട്ട് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽസ് വിത്ത് ലോ ലെവൽ ഡിസൈൻ ഇഷ്യൂസ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹൈ ലെവൽ ഡിസൈനാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലോ ലെവൽ ഡിസൈനാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ മീൻ ചെയ്യുന്നത്. സോ എന്താണ് ഈ ഹൈ ലെവൽ ഡിസൈൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ സിസ്റ്റം ഡിസൈൻ അതുപോലെ കമ്പ്യൂട്ടർ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഹൈ ലെവൽ ഡിസൈനാണ്. എന്താണ് ഈ ലോ ലെവൽ ഡിസൈൻ, ലോജിക് ഡിസൈൻ അതുപോലെ സർക്യൂട്ട് ഡിസൈനൊക്കെ എന്താണ്, ലോ ലെവൽ ഡിസൈൻ. അപ്പോൾ ജസ്റ്റ് ആ കീവേഡ് ഓർത്ത് വയ്ക്കാം. ഒരു ഹൈ ലെവൽ ഡിസൈൻ ഇഷ്യൂസാണ് എന്ത് ഡീൽ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡീൽ ചെയ്യുന്നത്. ലോ ലെവലായിട്ടുള്ള ഡിസൈൻ ഇഷ്യൂസാണ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ ഹൗ എന്നാണ് പറഞ്ഞത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അല്ലേ, എങ്ങനെ അല്ലേ. അപ്പോൾ എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെന്ന് ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്, ലോ ലെവലായിട്ടുള്ള ഡിസൈൻ ഇഷ്യൂസാണ് വേണ്ടത്, സച്ച് ആസ് ലോജിക് ഡിസൈൻ ആൻഡ് സർക്യൂട്ട് ഡിസൈൻ. അപ്പോൾ 2 പോയിൻ്റ് ക്ലിയർ ആണല്ലോ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷനും കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൻ്റെയും. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡീൽസ് വിത്ത് ഫങ്ഷണൽ ബിഹേവിയർ ബട്ട് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽസ് വിത്ത് സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്. ഓരോ കോമ്പണൻസിൻ്റെയും സ്ട്രക്ചറൽ റിലേഷൻഷിപ്പാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷണാലിറ്റീസാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ 3 പോയിൻ്റ്. നാലാമത്തെ പോയിൻ്റ്, ഡിസൈനിങ് കമ്പ്യൂട്ടർ ഫസ്റ്റ് ഈസ് കോൾഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഡിസൈനിങ് കമ്പ്യൂട്ടർ സെക്കൻഡ് ഈസ് കോൾഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. അപ്പോൾ ഏതൊരു കമ്പ്യൂട്ടറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഫസ്റ്റ് സെറ്റ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചറാണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കംപ്ലീറ്റ് ആവണം, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ കംപ്ലീറ്റ് ആവണം. അപ്പോൾ നമുക്ക് 4 പോയിൻ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ പോയിൻ്റ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഇൻവോൾവ് ഇൻസ്ട്രക്ഷൻ സെറ്റ്, addressing mode and data types, but computer organization involved circuit design, signal, ALU, CPU and memory. ALU, CPU, memory ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയും. അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ആണ് ഇൻസ്ട്രക്ഷൻ സെറ്റും അഡ്രസ്സിംഗ് മോഡും ഡാറ്റ ടൈപ്പും. അപ്പോൾ ബേസിക്കലി നമ്മളൊരു അരിതമെറ്റിക് ലോജിക് പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ആ പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഒരു പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എങ്ങനെ എഴുതും, ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ഡാറ്റ ടൈപ്സ് എങ്ങനെ കണ്ടുപിടിക്കും, ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്രസ്സിംഗ് മോഡ് എങ്ങനെ കണ്ടുപിടിക്കും, ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ വഴി നമ്മൾ ഡീൽ ചെയ്യുന്നത്.
പക്ഷേ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ നിങ്ങൾ നോക്ക്, സർക്യൂട്ട് ഡിസൈൻ എങ്ങനെയാണ് നമ്മളെ ഇതിൻ്റെ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ സിഗ്നൽസ്, അതായത് എങ്ങനെയാണ് ഓരോ ഹാർഡ്വെയർസ് നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്, അതിനാണ് നമുക്ക് സിഗ്നൽസ് എന്ന് പറയാം. അതുപോലെ എങ്ങനെയാണ് അതിലെ മേജർ കോമ്പണൻസ് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്, ALU, CPU, മെമ്മറി പോലത്തെ ഹാർഡ്വെയർ കോമ്പണൻസ് എങ്ങനെയാണ് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡീൽസ് വിത്ത് വാട്ട് ദി കമ്പ്യൂട്ടർ ഡസ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽസ് വിത്ത് ഹൗ ദി കമ്പ്യൂട്ടർ ഡസ് ഇറ്റ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഡീൽസ് വിത്ത് ഹൈ ലെവൽ ഡിസൈൻ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഡീൽസ് വിത്ത് ലോ ലെവൽ ഡിസൈൻ. Computer architecture means functional behavior. Computer organization means structural behavior. Computer architecture is the designing of computer first. If the designing of computer is second, this is called computer organization. The computer architecture involve instruction set, addressing mode, data type. Computer organization involve circuit design, signal, ALU, CPU and memory. അപ്പോൾ ക്ലിയർ ആണല്ലോ, ഒരു ബേസിക് ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ കുറേ കീവേഡുകൾ നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. വാട്ട് ആർ ദി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്തൊക്കെയാണ്, അതിന് എങ്ങനെയാണ് എന്നാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് 5 ഫങ്ഷണൽ യൂണിറ്റാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റിനെ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയും, സെക്കൻഡിനെ നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയും, തേർഡിന് നമ്മൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയും, ഫോർത്തിന് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയും, ഫിഫ്ത്തിന് നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും. ഇങ്ങനെ 5 ഫങ്ഷണൽ യൂണിറ്റുകളാണ് ഒരു കമ്പ്യൂട്ടറിനുള്ളത്. ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഫിഗർ, നിങ്ങൾ നോക്ക്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ, മെമ്മറി യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഇവിടെ കാണാം, ഔട്ട്പുട്ട് യൂണിറ്റ് ഇവിടെ കാണാം, കൺട്രോൾ യൂണിറ്റ് ഇവിടെ കാണാം അല്ല. ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കോമ്പണൻസിനെ കോമൺ ആയിട്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയാം, IBAR. അതുപോലെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിനും കൺട്രോൾ യൂണിറ്റിനും കോമൺ ആയിട്ട് നമുക്ക് പ്രൊസസ്സർ എന്ന് പറയാം. ഈ പ്രൊസസ്സറും ഇൻപുട്ട് ഔട്ട്പുട്ടും അല്ലാത്ത ഒരു ഏരിയനെ നമുക്ക് എന്ത് പറയാം, മെമ്മറി എന്ന് പറയാം. അപ്പോൾ ഓരോ പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ ഇൻപുട്ട് യൂണിറ്റ് ആക്സെപ്റ്റ് coded information from human operation from electromechanical devices such as keyboard or other computer over digital communication line. അപ്പോൾ എന്താണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മളൊരു കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻപുട്ട് കമാൻഡാണ് അല്ലേ, നമ്മൾ മൗസിൽ ഒരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻപുട്ട് കമാൻഡാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്ട്രക്ഷൻസ് ഇൻപുട്ട് ഇൻഫർമേഷൻസിനെ സ്വീകരിക്കാനാണ് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇൻഫർമേഷൻ റിസീവ്ഡ് എയ്തർ stored in a computer memory for later reference or immediately used by arithmetic and logic circuitry to perform desired operation. അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് യൂണിറ്റിലൂടെ കൊടുത്ത ഇൻഫർമേഷൻ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ വഴി പെർഫോം ചെയ്യാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 2 ഡാറ്റ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ FE എന്നുള്ള ഡാറ്റ ഒരു രജിസ്റ്റർ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു. നമ്മൾ EC എന്നുള്ളൊരു ഹെക്സാഡെസിമൽ നമ്പറും ഒരു രജിസ്റ്റർ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു. ഒന്നെങ്കിൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ FEയും ECയും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇതുപോലത്തെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാം ത്രൂ ALU. ഇതിനാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ദ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ program stored in the memory. Finally the results are sent back outside world through the output unit. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻപുട്ട് യൂണിറ്റിൽ നമ്മൾ ഇൻപുട്ട് കമാൻഡ്സ് അപ്ലൈ ചെയ്യും, ഔട്ട്പുട്ട് യൂണിറ്റിൽ നമ്മൾ ഓൾറെഡി പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷനെ പുറത്തെടുക്കും, മെമ്മറിയിൽ നമുക്ക് വേണമെങ്കിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ നമുക്ക് വേണമെങ്കിൽ പെർഫോം ചെയ്യാം. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം പ്രോസസ്സറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടാണ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടും 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ഇൻപുട്ട് യൂണിറ്റ് എന്നാണ്. സോ ദ കമ്പ്യൂട്ടർ ആക്സെപ്റ്റ് കോഡർ ഇൻഫർമേഷൻ ത്രൂ ഇൻപുട്ട് യൂണിറ്റ്സ്. ദ മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് ഇസ് കീബോർഡ്. വെനെവർ എ കീ ഈസ് പ്രസ്ഡ്, the corresponding letter or digit is automatically translated into corresponding binary code and transmitted to the processor. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഓൾറെഡി ASCII എന്നുള്ളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ നമ്മൾ കീബോർഡിലെ ഏതൊരു കീ പ്രസ് ചെയ്യുകയാണെങ്കിലും ആക്ച്വലി സംഭവിക്കുന്ന പ്രോസസ്സ് എന്താണ്, ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കോഡ്സ് ആയിട്ട് ഒരു മെഷീൻ കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മളെ കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എ ഒരു 7 ബിറ്റ് ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ 7 ബിറ്റ് ബൈനറി നമ്പറാണ് നമ്മൾ എ ആണ് പ്രസ് ചെയ്തതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള കീ ഇൻപുട്ട് യൂണിറ്റുകൾ വരാം, നമുക്ക് എക്സാമ്പിൾ പറയാം. ഇൻപുട്ട് യൂണിറ്റിന് ഒരു ഇൻപുട്ട് യൂണിറ്റിന് എക്സാമ്പിളാണ് ജോയ്സ്റ്റിക്ക്. നിങ്ങൾക്കറിയാം, നമ്മൾ ഗെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ജോയ്സ്റ്റിക്കാണ് അല്ലേ, നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് യൂണിറ്റാണ് ട്രാക്ക് ബോൾ നിങ്ങൾക്കറിയാം അല്ലേ. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് യൂണിറ്റാണ് മൗസസ്. അതുപോലെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് യൂണിറ്റാണ് മൈക്രോഫോൺ. അപ്പോൾ എങ്ങനെയാണ് മൈക്രോഫോൺ ആവുന്നത്? മൈക്രോഫോൺ എന്നുള്ള ആക്ച്വലി നമ്മളെ സൗണ്ട് സിഗ്നലിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന ഡിവൈസാണ് മൈക്ക് അല്ലേ. ലൗഡ് സ്പീക്കറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മൈക്ക്. അപ്പോൾ മൈക്ക് ചെയ്യുന്ന കാര്യം, മൈക്ക് ഒരു ഇൻപുട്ട് യൂണിറ്റാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓഡിയോ സിഗ്നൽ, ഒരു ഹ്യൂമൻ വോയിസിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇൻപുട്ട് യൂണിറ്റാണ് മൈക്രോഫോൺ. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി ഇൻപുട്ട് യൂണിറ്റുകളാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇൻപുട്ട് യൂണിറ്റ് എന്നല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെമ്മറി യൂണിറ്റിനെ കുറിച്ചാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ ദ ഫംഗ്ഷൻ ഓഫ് എ മെമ്മറി യൂണിറ്റ് ഈസ് ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. ദർ ആർ 2 ക്ലാസ്സസ് ഓഫ് സ്റ്റോറേജ് കോൾഡ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. നമുക്ക് മെമ്മറി യൂണിറ്റിനെ 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഒന്നിന് നമുക്ക് പ്രൈമറി മെമ്മറി എന്ന് പറയാം, രണ്ടാമത്തേന് നമുക്ക് സെക്കൻഡറി മെമ്മറി എന്ന് പറയാം അല്ലേ. സോ പ്രൈമറി മെമ്മറി നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പ്രൈമറി മെമ്മറി storage refers to the main storage of the computer or main memory, which is the random access memory or RAM. Primary storage is a volatile memory, which means data is lost as soon as the device loses the power and it cannot be retained. അപ്പോൾ ഞാനിത് കമ്പാരിസണിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ 2 രീതിയിലുള്ള മെമ്മറി ഉണ്ടെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. ഒന്ന് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി, ഒന്ന് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറിയിൻ്റെ ഡാറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കത് കമ്പാരിസണിൽ പറയാം. പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണ്, അതിനുശേഷം നമുക്ക് ഈ പോയിന്റിലേക്ക് വരാം അല്ലേ. അപ്പോൾ നമ്മൾ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പ്രൈമറി മെമ്മറി റെഫേഴ്സ് മെയിൻ മെമ്മറി, ബട്ട് സെക്കൻഡറി മെമ്മറി റെഫേഴ്സ് ഓക്സിലറി മെമ്മറി, എക്സ്റ്റേണൽ മെമ്മറി ഓർ സെക്കൻഡറി മെമ്മറി അല്ലേ. അപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറിയാണ് നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയാം. മെയിൻ അല്ലാത്ത എക്സ്റ്റേണൽ മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുക, സെക്കൻഡറി മെമ്മറി എന്ന് പറയാം. അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹോൾഡ് ദി ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ കറൻ്റ്ലി ഇൻ യൂസ്, ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി മെമ്മറി ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഓൺ ലോങ് ടേം ബേസിസ്. അപ്പോൾ ഒന്നുമല്ല പറയുന്നത് ഹോൾഡ് ദി ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ കറൻ്റ്ലി ഇൻ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു ടെമ്പററി ഡാറ്റ ആയിരിക്കും, ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. നമുക്ക് നമ്മുടെ സീക്രട്ടായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഫയൽ അല്ലേ, നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഫയൽ ഒരിക്കലും നമ്മൾ എന്തിൽ സ്റ്റോർ ചെയ്യില്ല, പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യില്ല, സെക്കൻഡറി മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. സോ സെക്കൻഡറി മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഓൺ എ ലോങ് ടേം ബേസിസ്. ലോങ് ടേം ബേസിസിൽ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുക. താൽക്കാലികമായി ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ പ്രൈമറി മെമ്മറി യൂസ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ തേർഡ് പോയിന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാച്ചർ ഓഫ് പാർട്സ് ഓഫ് പ്രൈമറി മെമ്മറി വേരീസ്. റാം വിൽ ബി വോളറ്റൈൽ, റോം വിൽ ബി നോൺ വോളറ്റൈൽ, ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി മെമ്മറി ഇറ്റ് ഈസ് ഓൾവേസ് എ നോൺ വോളറ്റൈൽ ഇൻ നേച്ചർ. അപ്പം മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, പ്രൈമറി മെമ്മറി ഒന്നെങ്കിൽ വോളറ്റൈൽ ആവാം അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ ആവാം. സെക്കൻഡറി മെമ്മറി നോൺ വോളറ്റൈൽ ആയിരിക്കും എപ്പോഴും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ വോളറ്റൈൽ നോൺ വോളറ്റൈൽ നമുക്ക് നോക്കാം. ഓൾറെഡി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വാട്ട് ഈസ് വോളറ്റൈൽ മെമ്മറി, വാട്ട് ഈസ് നോൺ വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ഡാറ്റ ഈസ് ലോസ്റ്റ് ആസ് സൂൺ ആസ് ദ ഡിവൈസ് ലോസസ് പവർ ആൻഡ് ഇറ്റ് cannot be retained. ബട്ട് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഏബിൾ ടു റീറ്റെയിൻ ഡാറ്റ ഈവൻ ഇഫ് ദ ഡിവൈസ് ലോസസ് പവർ. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു മെമ്മറിയിൽ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തു, സപ്പോസ് പവർ ഓഫ് ആവുകയാണെങ്കിൽ എൻ്റെയർ ഡാറ്റ എറേസ് ആയി പോവുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വോളറ്റൈൽ എന്ന് പറയാം. പക്ഷേ പവർ ഓഫ് ആയാലും ആ ഡാറ്റ എപ്പോഴും റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, നോൺ വോളറ്റൈൽ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡാറ്റ സ്റ്റോറേജിന് ഏതായിരിക്കും, ഏത് ടൈപ്പ് മെമ്മറി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, നോൺ വോളറ്റൈൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഡാറ്റ പവർ ലോസ് ആയാലും റീറ്റെയിൻ ചെയ്യുന്ന മെമ്മറിയാണ് നോൺ വോളറ്റൈൽ മെമ്മറി. ഡാറ്റ പവർ ഓഫ് ചെയ്ത എറേസ് ആയി പോകുന്ന മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 രീതിയിലുള്ള പ്രൈമറി മെമ്മറി പോസിബിൾ ആണ്. റാം എന്നുള്ളൊരു പ്രൈമറി മെമ്മറി ഉണ്ട്,
റോം എന്നുള്ളൊരു പ്രൈമറി മെമ്മറി ഉണ്ട്. ഇത് രണ്ടും പ്രൈമറി മെമ്മറി ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പ്രൈമറി മെമ്മറി വോളട്ടൈൽ ആവാം, ചിലപ്പോൾ നോൺ വോളട്ടൈൽ ആവാം. അപ്പോൾ വോളട്ടൈലിന് എക്സാമ്പിൾ പറയുന്ന റാമാണ്, നോൺ വോളട്ടൈലിന് എക്സാമ്പിൾ പറയുന്ന റോമാണ്. പക്ഷേ സെക്കൻഡറി മെമ്മറിയോ ഇറ്റ് ഈസ് ഓൾവേസ് എ നോൺ വോളട്ടൈൽ ഇൻ നേച്ചർ. എല്ലായ്പ്പോഴും എന്തായിരിക്കും? നോൺ വോളട്ടൈൽ ആയിരിക്കും സെക്കൻഡറി മെമ്മറി. അതിൻ്റെ മീനിങ് എന്താ? നമ്മൾ ഹാർഡ് ഡിസ്ക് അല്ലേ, ഹാർഡ് ഡിസ്ക് പോലത്തെ ഡിവൈസ് എപ്പോഴും ലോങ് ടേം ആയിട്ട് സ്റ്റോറേജ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറീസ് ഒക്കെ എന്തായിരിക്കും? സെക്കൻഡറി മെമ്മറി ആയിരിക്കും. നമ്മൾ സെക്കൻഡ് പോയിന്റിൽ ഇത് പറഞ്ഞാണ്. അപ്പോൾ 3 പോയിന്റ് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു. 4ാമത്തെ പോയിന്റ്, ഡാറ്റ ഡയറക്റ്റ്ലി ആക്സസ്ഡ് ബൈ CPU. അപ്പോൾ നമ്മളെ ഡിവൈസിലെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ പ്രൈമറി മെമ്മറി എന്ന് പറയാം. ബട്ട് ഇൻ കേസ് ഓഫ് സെക്കൻഡറി മെമ്മറി, ഡാറ്റ ഈസ് നോട്ട് ഡയറക്റ്റ്ലി ആക്സസ്ഡ് ബൈ CPU. ഡാറ്റയെ നമുക്ക് ഡയറക്റ്റ്ലി CPU വഴി ആക്സസ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതെന്താണ്? സെക്കൻഡറി മെമ്മറി. ദ പ്രൈമറി മെമ്മറി ഡിവൈസസ് ആർ മോർ എക്സ്പെൻസീവ് ദാൻ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. സെക്കൻഡറി മെമ്മറി ഡിവൈസസ് ആർ ലെസ് എക്സ്പെൻസീവ് കമ്പയർ ടു പ്രൈമറി. അപ്പോൾ പ്രൈമറിക്ക് കോസ്റ്റ് വൈസ് ആയിട്ട് കൂടുതലാണ്, പക്ഷേ സെക്കൻഡറി കോസ്റ്റ് വൈസ് ആയിട്ട് കുറവാണ് അല്ലേ. അടുത്തത് പ്രൈമറി മെമ്മറിയുടെ കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റാം, റോം ആൻഡ് ക്യാച്ച് മെമ്മറി. ക്യാച്ച് മെമ്മറി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ്, CD, DVD. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സെക്കൻഡറി. അപ്പോൾ ഒരിക്കലും ഹാർഡ് ഡിസ്കിലും ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൻ ഡ്രൈവ് ഒക്കെ അല്ലേ, CD, DVDയിലൊക്കെ ഡാറ്റ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യും അല്ലേ. പക്ഷേ റാമിൻ്റെ കേസിൽ അതുപോലെ റോമിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആണ്. എപ്പോഴും നോൺ വോളട്ടൈൽ നേച്ചർ ആയിരിക്കും സെക്കൻഡറി മെമ്മറി. പക്ഷേ പ്രൈമറിയിൽ വോളട്ടൈലും വരാം, നോൺ വോളട്ടൈലും വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു പ്രൈമറി മെമ്മറിയും ഒരു സെക്കൻഡറി മെമ്മറിയും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇൻപുട്ട് യൂണിറ്റും മെമ്മറിയും പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ALU ആണ്, അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് അല്ലേ. അതാണ് ALU എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ആർ എക്സിക്യൂട്ടഡ് ഇൻ ദി arithmetic and logic unit of the processor. Any arithmetic or logical operations such as addition, subtraction, multiplication, division, comparison of numbers is performed by the ALU. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു രജിസ്റ്റർ ലൊക്കേഷൻ, ഇപ്പോൾ R0 എന്നുള്ള രജിസ്റ്റർ ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഞാനിപ്പോൾ 0E എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. അതായത് 00001110 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ, ഹെക്സാഡെസിമൽ. നമ്മളിപ്പോൾ R1 എന്നുള്ള രജിസ്റ്ററിൽ EC എന്നുള്ളൊരു ഹെക്സാഡെസിമൽ സ്റ്റോർ ചെയ്തത് 11101100. അപ്പോൾ മേ ബി ഈ 2 രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഫർമേഷൻ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഈ 2 ഇൻഫർമേഷനെ കമ്പയർ ചെയ്യാം, വെദർ ബോത്ത് ആർ ഈക്വൽ ഓർ അൺഈക്വൽ. അതുപോലെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് വെച്ച് പെർഫോം ചെയ്യാം? ALU ചെയ്യാം. അപ്പോൾ അരിതമെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും, അപ്പോൾ ഏതൊരു അരിതമെറ്റിക് ഓപ്പറേഷനും ലോജിക്കൽ ഓപ്പറേഷനും നമ്മൾ പെർഫോം ചെയ്യുന്നത് ത്രൂ എന്തായിരിക്കും? ALU ആയിരിക്കും. അപ്പോൾ ALU എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ALU പറഞ്ഞു, മെമ്മറി പറഞ്ഞു, ഇൻപുട്ട് യൂണിറ്റ് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലേ. The output unit is the counterpart of the input unit. Its function is to send proceeded result to the outside world. A familiar example of such device is a printer. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് യൂണിറ്റ്? നമുക്കറിയാം, നമ്മളെ കീബോർഡ് എന്നുള്ളത്, മൗസ് എന്നുള്ളതൊക്കെ ഇൻപുട്ട് യൂണിറ്റ് ആണ്. പ്രിൻ്റർ എന്നുള്ളത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് അല്ലേ. ഡിസ്പ്ലേ എന്നുള്ളത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് നമുക്ക് ഓൾറെഡി പ്രോസസ് ചെയ്ത ഇൻഫർമേഷനെ പുറത്തെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അപ്പോൾ സംടൈംസ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഒരേപോലെ ഇൻപുട്ട് ഡിവൈസായിട്ടും ഔട്ട്പുട്ട് ഡിവൈസായിട്ടും ആക്ട് ചെയ്യുന്ന ഡിവൈസ് നമ്മളോട് ചോദിക്കാം. അതിനാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇൻപുട്ട് യൂണിറ്റ് എന്താണ്, ഔട്ട്പുട്ട് യൂണിറ്റ് എന്താണ്, ഞാനിപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഓഫ് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, ALU ആർ കോർഡിനേറ്റ് ബൈ കൺട്രോൾ യൂണിറ്റ്. The data transfers between the processor and memory are also controlled by control unit through timing signal. അപ്പോൾ നമ്മൾ ഓൾറെഡി ALUവിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു. ഈ ALUവിനെയും ഇൻപുട്ട് യൂണിറ്റിനെയും ഔട്ട്പുട്ട് യൂണിറ്റിനെയും ഒക്കെ കമ്പൈൻ ചെയ്യുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്? കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഫണ്ടമെൻ്റലായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇനീഷ്യൽ ലെക്ചറായിട്ട് നിങ്ങൾ എടുക്കുക.
അടുത്ത വീഡിയോയിൽ ഇതൊക്കെ ശരിക്കും ഫണ്ടമെൻ്റൽ തിയറി ആയതുകൊണ്ട് ഇത് ശരിക്കും എനിക്ക് റോളൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്ക് വരുമ്പോഴാവും നമുക്ക് അൽഗോരിതംസ് ഒക്കെ പറയുമ്പോഴാവും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഫണ്ടമെൻ്റൽ ബേസിക്സ് ആണ്. അപ്പോൾ എൻ്റെ ഈ PPT അതുപോലെ നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അത് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ലെക്ചർ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.